എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 15-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്തെ 9.5 കോടിയോളം കർഷകർക്ക് ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2000 രൂപ വീതം കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണം ചെയ്തത്. ഇന്നലെ പല ആളുകൾക്കും അത് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പല ആളുകളും അത് നമ്മൾ കമന്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് 21ാമത്തെ ഗഡു വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ 22ാമത്തെ ഗഡു എത്തിയിട്ടില്ല എന്നുള്ള സംശയം, അപ്പൊ ഇനി കിട്ടില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പല ആളുകളും. ഇതിൽ നമ്മൾ കാത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, തുക വിതരണം നടന്ന് പല സമയങ്ങളിലും 48 മണിക്കൂറിനകമാണ് ഭൂരിഭാഗം ആളുകൾക്കും തുക എത്താറുള്ളത്. ഒരാഴ്ച വരെ പല കാരണം കൊണ്ടും ഇത് നീണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വിതരണം കഴിഞ്ഞത് കൊണ്ട് തന്നെ ഒരു ബുധനാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച വരെയൊക്കെ കാത്തിരുന്നതിന് ശേഷം നമ്മൾ സ്റ്റാറ്റസ് ഒന്ന് സ്റ്റാറ്റസ് വേണമെങ്കിൽ ഇപ്പോഴും പരിശോധിക്കാം. ഇനി ഒന്നും കാണുന്നില്ല എങ്കിൽ അതുവരെ കാത്തിരിക്കുന്നതാണ് നല്ലത്. സ്റ്റാറ്റസ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പരിശോധിക്കാം. എന്തായാലും നമുക്കൊരു ബുധനാഴ്ച വരെയെങ്കിലും കാത്തിരിക്കാം. അതിനുള്ളിൽ തുക കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മുമ്പത്തെ പോലെയല്ല, ഈ KYC ഒരുമിച്ച് പറയുകയല്ല. പല ആളുകൾക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് ഈ KYC ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാത്തവർക്കും PM കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കാത്തതുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഇടയ്ക്കിടെ പരിശോധിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ PM കിസാൻ സമ്മാൻ നിധി തുക അതുപോലെ തന്നെ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് തുക മുടങ്ങിയിട്ടൊന്നും ഇല്ല. പക്ഷെ അത് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഭാവിയിൽ അത് മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത് മുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിന്റെ വിശദമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് വ്യക്തമാകും. അപ്പോൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. എന്തായാലും ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഇന്നും കുറെ ആളുകൾക്ക് തുക എത്തിയിട്ടുണ്ടാകും. ഇന്ന് എത്തിയിട്ടുള്ളവർ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഇതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പശ്ചിമേഷ്യൻ യുദ്ധം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്ത് ഗ്യാസ് ക്ഷാമം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. പാനിക് ബുക്കിംഗ് ആണ് ഇപ്പോഴത്തെ ഗാർഹിക പ്രതിസന്ധിക്ക് കാരണം എന്നാണ്, ഗാർഹിക സിലിണ്ടർ പ്രതിസന്ധിക്ക് കാരണം എന്നാണ് കേന്ദ്രം ഇന്നലെ വ്യക്തമാക്കിയത്. അതായത് ഗ്യാസ് തീർന്നു പോകുമോ എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി ആളുകളെല്ലാം കാലിയുള്ള സിലിണ്ടർ റീഫില്ല് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ 20 ലക്ഷത്തോളം സിലിണ്ടറുകളാണ് ഈ കഴിഞ്ഞ ആഴ്ച അധികമായിട്ട് വിറ്റുപോയത്. അപ്പോൾ ആ ഒരു പാനിക് ബുക്കിംഗ് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നാണ് പറയുന്നത്. കൂട്ടമായിട്ടുള്ള തിരക്ക് കാരണം ചില സ്ഥലങ്ങളിൽ ഇത് തീർന്നു പോകുന്നതൊക്കെ ഇതുകൊണ്ടാണ്. ഇതൊക്കെ ഒരു 2-3-4 ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് കടലിടുക്ക് വഴി ഇന്ത്യയുടെ എണ്ണ ടാങ്കറുകളും അതുപോലെ തന്നെ ഗ്യാസ് ടാങ്കറുകളെല്ലാം കടന്നു പോരുന്നുണ്ട്. ഇറാൻ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേക ഇളവ് അനുവദിച്ചുകൊണ്ട് തന്നെ ആ ഒരു ആശ്വാസം ലഭിച്ചത് കൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഉടൻ തീരും എന്നാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്യാസ് സിലിണ്ടറുകൾക്ക് ഇപ്പോൾ 60 രൂപയാണ് കഴിഞ്ഞ ആഴ്ച കൂട്ടിയത്. ഇതിനുശേഷം ശരാശരി വില 920 രൂപക്ക് മുകളിലാണ്. അതിന് പുറമെ 50 രൂപയോളം ഡെലിവറി ചാർജ് വാങ്ങുന്നുണ്ട്. 5 കിലോമീറ്ററിന് ഉള്ളിലാണ് എങ്കിൽ ഡെലിവറി ചാർജ് ഇല്ല. അത് കഴിഞ്ഞ് 20 രൂപ, 40 രൂപ എന്നിങ്ങനെയൊക്കെയാണ്. പക്ഷെ മിനിമം 50 വാങ്ങുന്നുണ്ട്. 100 വാങ്ങുന്ന ആളുകളുണ്ട്. ഈ ഒരു പ്രതിസന്ധിയിൽ ആരും അതിന് വില പേശാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ബില്ലിലുള്ള തുക മാത്രം നൽകിയാൽ മതി എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭാരത് ഗ്യാസിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്, ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുക. 21 ദിവസത്തിന് ശേഷമാണ് വീണ്ടും ബുക്കിംഗ് അനുവദിക്കുക. ബുക്ക് ചെയ്യുമ്പോൾ OTP നിർബന്ധമാണ്. KYC ചെയ്യാത്തവർക്ക് ഗ്യാസ് ലഭ്യമാവുന്നതിന് വേണ്ടി KYC നിർബന്ധമായും ചെയ്യണം. എല്ലാ ഗാർഹിക ഉപഭോക്താക്കളും KYC നിർബന്ധമായിട്ടും ചെയ്യണമെന്നും ഭാരത് ഗ്യാസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് വാട്സപ്പ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 75 88 88 88 24 എന്ന നമ്പർ മുഖേനയാണ് വാട്സപ്പിലൂടെ ബുക്ക് ചെയ്യാൻ കഴിയുക. ഈ നമ്പർ വാട്സപ്പിൽ ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് റീഫിൽ എന്ന് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബുക്കിംഗ് സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് തിരിച്ച് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഗ്യാസ് ബുക്കിംഗ് ചെയ്യുന്നത്. പിന്നെ ഉജ്ജൽ യോജന കണക്ഷൻ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും മാർച്ച് 31 മുമ്പ് KYC പൂർത്തീകരിക്കണം. ഇല്ലെങ്കിൽ അവരുടെ ഉജ്ജൽ യോജന, അതായത് 300 രൂപ സബ്സിഡി ലഭിക്കുന്നത് നഷ്ടമാകും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഉടൻ തീരും എന്നാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്.
രാജ്യത്ത് നിലവിൽ പ്രചാരത്തിലുള്ള 100, 500 രൂപ നോട്ടുകളിൽ പ്രധാന സുരക്ഷാ മാറ്റങ്ങൾ വരുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. 2026 കറൻസി അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. എന്നാൽ ഇത് 2016 പോലെയുള്ള നോട്ട് നിരോധനമല്ല എന്നും നിലവിലുള്ള നോട്ടുകൾ അസാധുവാകില്ല എന്നും RBI വൃത്തങ്ങൾ വ്യക്തമാക്കി. വൈദ്യുതി സംബന്ധമായിട്ടുള്ള പരാതികൾക്ക് ഇനി സെക്ഷൻ ഓഫീസുകളിൽ വിളിക്കണം എന്നില്ല. 94 96 00 1912 എന്ന നമ്പർ മൊബൈലിൽ സേവ് ചെയ്ത് വാട്സപ്പിലൂടെ പരാതികൾ അറിയിക്കാവുന്നതാണ് എന്ന് KSEB അറിയിച്ചു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LICയുടെ ഭീമ സഖി പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി നിങ്ങൾ ₹1 പോലും ചെലവാക്കേണ്ടി വരില്ല. ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് LIC ഏജന്റുമാരാകാനുള്ള പരിശീലനം നൽകും. ഇക്കാലയളവിൽ 7000 മുതൽ 5000 രൂപ വരെ മാസം നൽകുന്നതാണ്. ഇതിനു പുറമെ പോളിസി ലഭിക്കുമ്പോൾ കമ്മീഷനും നൽകുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായ ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഇതിനായി പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 18 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി വിവരങ്ങൾ തേടാവുന്നതാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ, വിലാസം തെളിയിക്കുന്ന രേഖ, 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം. ഒരു വ്യക്തി ഇതിനകം തന്നെ LIC ഏജന്റോ ജീവനക്കാരനോ ആണ് എങ്കിൽ അയാളുടെ ബന്ധുവിന് അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, പിതാമക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയവർക്ക് ഈ സ്കീമിൽ അപേക്ഷിക്കാൻ കഴിയില്ല. കൂടാതെ LICയിൽ നിന്നും വിരമിച്ച ഏതെങ്കിലും ജീവനക്കാർക്ക് മുമ്പോ നിലവിലോ ഏജന്റുമാരായവർക്കും ഈ സ്കീമിന് കീഴിൽ അപേക്ഷിക്കാൻ കഴിയുന്നതല്ല. പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് 3 വർഷത്തേക്ക് ഏജന്റ് ആകാനുള്ള പരിശീലനം നൽകും. ഈ കാലയളവിൽ അവർക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റും മാസ ശമ്പളം പോലെ നൽകും. ആദ്യ വർഷം ഏതാനും മാസം 7000 രൂപ ലഭിക്കും. 2ാം വർഷം ഏതാനും മാസം 6000 രൂപ നൽകും. 3ാം വർഷം ഏതാനും മാസം 5000 രൂപയും നൽകുന്നതാണ്. പരിശീലന സമയത്ത് സ്ത്രീകൾക്ക് ശമ്പളത്തിന് പുറമെ കമ്മീഷനും ലഭിക്കുന്നതാണ്. LIC പോളിസി ലഭിക്കുമ്പോൾ ഈ കമ്മീഷനും നൽകും. അപ്പോൾ താല്പര്യമുള്ളവർ അടുത്തുള്ള LIC ഓഫീസുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്കും ബൈ.